ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വിൻ്റെ ശ്രുതിയുടെയും വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹോളി ആഘോഷമൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ ആദ്യം കാണിക്കുന്നത് അശ്വിനെയും ശ്രുതിനെയാണ്. അശ്വിൻ എണീച്ച് വരുമ്പോൾ ശ്രുതി പുറത്ത് പോയിട്ട് റൂമിന് പുറത്ത് പോയിട്ട് റൂമിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ അവർ തലേ ദിവസം ഹോളി ദിവസം മദ്യലഹരിയിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നടന്ന സ്ഥലവും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മുഖാമുഖം നോക്കുമ്പോൾ ഓർക്കുകയാണ്. ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുന്ന കാര്യവും ശ്രുതി അടുത്തേക്ക് വരുമ്പോൾ അശ്വിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുകയെന്ന് അശ്വു പറഞ്ഞതും അശ്വിനെ കാണുമ്പോൾ ശ്രുതിയുടെ ഹാർട്ട് ബീറ്റ് കൂടുകയാണെന്ന് ശ്രുതി പറഞ്ഞതും എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ പരസ്പരം രണ്ടുപേരും ഓർമ്മയില്ലാത്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഓർത്തെടുക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അശ്വിൻ ബാത്റൂമിൻ്റെ കതവ് തുറക്കാൻ പോകുമ്പോൾ ശ്രുതിയാണ് ആദ്യം കതവ് തുറക്കാൻ വേണ്ടിയിട്ട് കതവിൻ്റെ അവിടെ പോയി നിൽക്കുക. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ പിടിയിൽ പിടിക്കുമ്പം അശ്വിൻ പറയും, എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട്, ഞാൻ ആദ്യം പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, പറ്റില്ല, ഞാനാണ് ആദ്യം തുറക്കാൻ വന്നത്, അപ്പോൾ എനിക്ക് ആദ്യം പോകണമെന്ന് പറയും. അപ്പോൾ അശ്വിൻ പറയും, ശ്രുതി നീ വാശി പിടിക്കരുതെന്ന് പറയും. ഇത് എൻ്റെ റൂമാണ്, നിനക്ക് വാശി പിടിക്കാൻ ഒരു അധികാരമില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, എനിക്ക് അധികാരമുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയും. ആ പറയുന്നത് കേൾക്കുമ്പോൾ അശ്വിൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് അവിടുന്ന് കൈയെടുത്തിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സീനുണ്ട്. അപ്പോൾ ഈ അശ്വിൻ്റെ മുഖത്തേക്ക് ശ്രുതി നോക്കുന്ന ഈ തക്കം നോക്കി അശ്വിൻ തുറന്നിട്ട് ബാത്റൂമിൽ പോകാൻ നോക്കുമ്പോഴേക്കും ശ്രുതി പിന്നെയും പിടിച്ച് വലിച്ചിട്ട് ആ ഡോർ അടച്ച് പറയും, ഞാനൊന്ന് കൈ എടുത്തപ്പോഴേക്കും നിങ്ങൾ തുറക്കുകയാണല്ലേ, നിങ്ങളെന്താ. ഇപ്പോൾ അശ്വിൻ പറയും, നീ വെറുതെ വാശി പിടിക്കരുത് ശ്രുതി, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക നിനക്കറിയാലോ എന്ന്. എൻ്റെ ചേച്ചീനെ ബുദ്ധിമുട്ടിക്കുന്നല്ലേ നിങ്ങൾ പറയാൻ വരുന്നതെന്ന്. നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ഞാൻ അതന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിക്കൊരു വിഷമമായിട്ട് ശ്രുതി കൈയെടുക്കും. എന്നിട്ട് അശ്വിൻ പോയി കുളിച്ചിട്ട് വരുന്ന സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പ്രീതിനെയാണ്. പ്രീതിയാണെന്ന് വെച്ചാൽ മനോരമയ്ക്ക് ഓരോ ജ്യൂസ് വെള്ളമൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണ്. എല്ലാവർക്കും ഇതിന് ശേഷം നല്ല തലവേദനയാണ് എല്ലാവർക്കും. അപ്പം പ്രീതിയോട് മനോരമ പറയുന്നുണ്ട്, ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, തലവേദനയുടെ ടാബ്ലറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അത് തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രീതി ഒരുപാട് സ്ഥലത്ത് നോക്കുന്നുണ്ട്, തലവേദനയുടെ ടാബ്ലറ്റ് ഒരുപാട് സ്ഥലത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോക്സിൽ കുറേ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ടാബ്ലറ്റ് അവൾ ഹോളിൽ വന്നിട്ട് അതൊക്കെ തിരഞ്ഞിട്ട് എടുത്തു വയ്ക്കും. ആ ബോക്സും അതേപോലെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിൽ പോകുന്ന ആ സക്കത്തിലാണ് അശ്വിൻ അങ്ങോട്ട് വരിക. അശ്വിൻ ഫോൺ ചെയ്തിട്ടാണ് വരുന്നത്. എന്നിട്ട് അവൻ്റെ കയ്യിലൊരു എക്സ്ട്രാ ഫോൺ ഉണ്ട്, അതിൽ ടേബിളിൽ വെച്ചിട്ട് അവൻ ഈ മരുന്ന് പുറത്ത് വെച്ച മരുന്ന് എടുത്തിട്ട് കുറേ മരുന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്, ഈ തലവേദന ടാബ്ലറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മാറ്റി വെച്ച് തലവേദന ടാബ്ലറ്റ് അവൻ്റെ ടാബ്ലറ്റാണ് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോകും. പ്രീതി തിരിച്ച് വെള്ളം എടുത്ത് വന്നിട്ട് ഒന്നും നോക്കാതെ ആ ടാബ്ലറ്റ് എടുത്ത് മുകളിൽ പോയിട്ട് മനോരമയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ അഞ്ജലി ഉണ്ടാവും. അഞ്ജലിയാണെന്ന് വെച്ചാൽ മനോരമേനെ നിന്ന് തടവിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ അഞ്ജലി അത് നോക്കിയിട്ട് പറയും, ഇത് തലവേദനയുടെ ടാബ്ലറ്റ് അല്ലല്ലോ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കബോർഡിൽ നിന്ന് കിട്ടിയതാണ്, ഇത് അശ്വിൻ്റെ ഡയബറ്റീസിനുള്ള ടാബ്ലറ്റ് ആണെന്ന് പറയും. അപ്പോൾ മനോരമ പറയും, നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് മരുന്ന് മാറ്റി കൊണ്ട് വന്നിരിക്കുകയാണല്ലേ, ഇപ്പം അഞ്ജലി മാത്രം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ കൊന്നു കളയുമല്ലോ, മരുന്ന് മാറ്റി തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പ്രീതിനെ സ്റ്റെപ്പൊക്കെ ഇറക്കി കൊണ്ടുവന്നിട്ട് ഹോളിൽ കൊണ്ടുവന്നിട്ട് നിർത്തും. അങ്ങനെ വലിച്ചു കൊണ്ട് നിർത്തും. അപ്പോൾ പിന്നാലെ ശ്രുതിയും വരുന്നുണ്ടാവും. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പ്രീതിനെ നന്നായി വഴക്ക് പറഞ്ഞ് നാണം കെടുത്തും. ഇവൾ വന്നപ്പോൾ തൊട്ടിട്ട് എന്നെ അപായപ്പെടുത്താനും എന്നെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം അറിയാണ്ട് പ്രീതിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇല്ല. മുത്തശ്ശി വരുമ്പോഴും മനോരമ എന്താ പറയുക, ഒന്നെങ്കിൽ അമ്മ അത് തീരുമാനിക്കണം, ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇവളെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഇവളിപ്പോൾ തന്നെ ഇറക്കി വിടണം, എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയും. പ്രീതിയാണ് ചോടെ നിന്ന് കറിയായിരിക്കും. അപ്പോഴാണ് അശ്വിനായിരിക്കും ടാബ്ലറ്റ് മാറി എടുത്തിട്ട് പോയിട്ടുണ്ടാവുക വിചാരിച്ചിട്ട് ശ്രുതി വേഗം അശ്വിൻ്റെ അടുത്തേക്ക് ഓടും. അശ്വിൻ ഇനി മരുന്ന് മാറ്റി കഴിക്കണ്ടല്ലോ വെച്ചിട്ട്. എന്നിട്ട് അശ്വിനോട് കാര്യം പറയുമ്പോൾ അശ്വിൻ പറയും, അത് ഞാൻ മാറി എടുത്തതാണെന്ന് പറയും. അപ്പോഴാണ് ശ്രുതിക്ക് അശ്വിൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മ വരിക. നീ ഇങ്ങനെ എന്നോട് പെരുമാറുകയാണെന്ന് വെച്ചാൽ നിൻ്റെ ചേച്ചിക്കും ബുദ്ധിമുട്ടുകളെ ഞാൻ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞത് ഓർമ്മ വരുമ്പോൾ ശ്രുതി ഇവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് ശ്രുതി പറയും, നിങ്ങളപ്പോൾ മനഃപൂർവ്വം ചെയ്തതാണല്ലോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്, നിങ്ങൾ എപ്പോഴും എന്നെ എൻ്റെ ചേച്ചീനെയൊക്കെ ഇങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കുന്നത്, നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുകയാണ്.
നിങ്ങളെ മൊത്തത്തിൽ ഞാൻ വെറുക്കുകയാണ്. ഈ വീട്ടിൽ ഇങ്ങനൊരു സ്വഭാവമുള്ള ആൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അശ്വിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ താഴത്തെ ഈ ബഹളമൊക്കെ കേൾക്കുമ്പോൾ അശ്വിന് താൻ ചെയ്തത് മനഃപൂർവ്വം അല്ലെങ്കിലും താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് അശ്വിൻ അത് സോൾവ് ചെയ്യാൻ പോകുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് വരാൻ പോകുന്നൊരു സൂപ്പർ എപ്പിസോഡാണ്. പ്രീതിനെ പുറത്താക്കാനുള്ള സിറ്റുവേഷൻ വരെ എത്തുമ്പോൾ അശ്വിനാണ് അത് തടയുന്നത്. പിന്നെ ശ്രുതിക്ക് അശ്വിനോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നതൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്